നമുക്കൊരു ലോങ് ടെയിൽ ഹെയർ ബോ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. വലുത് ചെറുത് ഏത് വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക. ഇതുപോലെ ഒരു സൈഡ് നീളത്തിലെ ആ ഒരു സൈഡ് പകുതി വരുന്ന രീതിയിലും മറ്റേ സൈഡ് അതിനെ കവർ ചെയ്യുന്ന രീതിയിലും ഒന്ന് മടക്കിയെടുക്കുക. മടക്കിയതിന് ശേഷം ഇനി ഇപ്പുറത്തെ രണ്ട് സൈഡുകളും ഇതുപോലെ ഒന്ന് മടക്കുക കേട്ടോ. ആ ഒരു നടുഭാഗം വരുന്ന രീതിയിൽ അതിൻ്റെ അറ്റം നടുഭാഗം വരുന്ന രീതിയിൽ മടക്കിയിട്ട് നമുക്ക് അതിനൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു സൂചി നൂലെടുക്കുക, ഒന്ന് തുന്നി കൊടുക്കുക. തുന്നിയതിന് ശേഷം നൂലിതുപോലെ നല്ലോണം വലിച്ചു മുറുക്കി ഒരു 3-4 തവണ നമുക്കതിനെ ഒന്ന് ചുറ്റി ഒന്ന് കൊടുക്കാം കേട്ടോ. അങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോയ്ക്കുള്ള ഒരു ഭാഗം റെഡിയായി. ഇനി അടുത്തതായിട്ട് അടുത്തൊരു പീസ് എടുക്കുക. അതൊരു സെയിം നീളവും വീതിയുള്ളൊരു പീസ് എടുക്കുക കേട്ടോ. എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക. ബാക്ക് സൈഡ് എടുത്തിട്ട് ഇതുപോലെ രണ്ട് കോണും ഇതുപോലെ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നടുഭാഗം, അതായത് ആ കോൺ ചേർന്ന് വന്ന ആ നടുഭാഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൂചി നൂലെടുക്കുക, തുന്നി പതുക്കെ തുന്നിയെടുക്കുക കേട്ടോ. അങ്ങനെ തുന്നിയെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 3-4 തവണ നമുക്കതിനെ നല്ല ടൈറ്റ് ചെയ്തൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. ചുറ്റി കൊടുത്തതിന് ശേഷം കെട്ടിടുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്കിത് ആ രണ്ടാമത്തെ പാർട്ടും കിട്ടി. ഇനി നമുക്കിത് ഈ ഒരു 2 പീസും കൂടി ചേർത്ത് വയ്ക്കുക, ഒരു ക്ലിപ്പിൽ ഒട്ടിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, ഒരു ചെറിയ കഷ്ണം അതുപോലത്തെ തന്നെ പീസാട്ടോ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇപ്പോൾ ഞാൻ ആ സെയിം ക്ലോത്ത് തന്നെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നമുക്ക് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഒരു ക്ലിപ്പ് എടുക്കാം, അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതായാലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരെണ്ണം ഇരുന്ന കാരണം ഇതുപോലത്തെ ഒരു ക്ലിപ്പ് എടുക്കുക. ഇപ്പം നമുക്ക് അത്യാവശ്യം വലിയ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ക്ലിപ്പ് എടുക്കുകയാണ് നല്ലത്. അതിന് ശേഷം ഇത് നമുക്ക് ഈ ക്ലിപ്പിലൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുകയോ തുന്നയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പശ വെച്ച് ഒട്ടിച്ചേക്കാണ്. അങ്ങനെ നമ്മുടെ ലോങ് ടെയിൽ ഹെയർ ബോ റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.